പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ശ്രീജിത്ത് എന്ന പേരുള്ള കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു മോൻ്റെ വീഡിയോ നമ്മൾ എടുത്തിരുന്നു. അന്ന് ആ വീഡിയോ എടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു നമ്മളത് എടുത്തത്. ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരെ വന്നിരിക്കുകയാണ് അദ്ദേഹത്തെ കാണാൻ, നമ്മുടെ ശ്രീജിത്തിനെ കാണാൻ കേട്ടോ. ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്. ശ്രീജിത്ത് ഇവിടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ, നമ്മൾ നേരത്തെ വിളിച്ചിരുന്നു. ഹായ് ശ്രീജിത്തെ. എന്തോ എന്തുകൊണ്ട് വിശേഷം? വിശേഷം സുഖങ്ങള്. ഓക്കെ ഓക്കെ. സംഗീത പഠനമൊക്കെ എവിടെ വരെയായി? സംഗീത പഠനം ഗീതങ്ങളൊക്കെ കഴിഞ്ഞു. ഈ ആഴ്ച പോയിരുന്നോ? പോയിരുന്നു. ഓക്കെ. ആഴ്ചയിൽ എത്ര? 2 ദിവസം അല്ലേ? ഒരു ദിവസം, ശനിയാഴ്ച ഒരു ദിവസമേ ഉള്ളൂ. ഓക്കെ. എന്തായാലും വളരെ സന്തോഷം. പ്രത്യേകിച്ച് ശ്രീജിത്തിന്റെ വീടൊന്ന് കാണാൻ കഴിഞ്ഞതിലും അച്ഛനെയും അമ്മയും ഇളയ പെങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷം കേട്ടോ. നമുക്ക് പ്രേക്ഷകരെ കൊണ്ട് ആദ്യം ഒരു പാട്ട് നമ്മൾ പാടണം. അത് ഏതായിരിക്കും പാടുക? കൈ നിറയെ വെണ്ണ തരാം അല്ലേ? പാടിക്കോ. പാടി. കൈ നിറയെ വെണ്ണ തരാം, കവിളിലൊരുമ്മ തരാം, കണ്ണൻ കവിളിലൊരുമ്മ തരാം. കൈ നിറയെ വെണ്ണ തരാം, കവിളിലൊരുമ്മ തരാം, കണ്ണൻ കവിളിലൊരുമ്മ തരാം. നിൻവടിമേലെ തല ചായ്ച്ചുറങ്ങാൻ, നിൻമടിമേലെ തല ചായ്ച്ചുറങ്ങാൻ കൊതിയുള്ളൊരുണ്ണീതാ ചാരേ. കൈ നിറയെ വെണ്ണ തരാം, കവിളിലൊരുമ്മ തരാം, കണ്ണൻ കവിളിലൊരുമ്മ തരാം. സമയത്തെ കണ്ണനെ കുറിച്ച് ഒരു പാട്ട് പാടി തന്നെ വളരെ സന്തോഷം അല്ലേ? ഒരു ദൈവികത അതിനകത്തിലുണ്ട് അല്ലേ? എന്തോ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ സ്കൂളിൽ ഞാൻ ഒത്തിരി സമ്മാനങ്ങള് വാങ്ങിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ പാട്ട് യൂത്ത് ഫെസ്റ്റിവലിനും പിന്നെ ഇങ്ങനെ ഓരോ പാട്ട് പാടാനായിട്ട് ഓരോ സ്കൂളിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് സാർമാര്. അപ്പോഴെല്ലാം അവിടെ നിന്നൊക്കെ വിജയിച്ചൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. അപ്പൊ ആ പാരമ്പര്യമായിരിക്കും അവന് കിട്ടിയത്. അതെ അതെ, തീർച്ചയായിട്ടും. അതൊക്കെ സത്യത്തിൽ ഒരു വലിയ ഒരു വലിയ ഭാഗ്യമാണ് അതൊക്കെ. സംഗീതം എന്ന് പറയുന്നത് തന്നെ നമ്മൾ എത്ര പഠിച്ചാലും തീരത്തില്ല. പക്ഷെ എന്നാലും സംഗീതം ഉള്ളിലുണ്ടെങ്കിൽ അവിടെ ദൈവികത ഉണ്ടെന്നാണ്. 1000 പാദസ്വരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി, ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി 1000 പാദസ്വരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. മിന്നുങ്ങി മിന്നും മിനുങ്ങി എങ്ങോട്ടാണ് ഈ തിടുക്കം? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ, കൂട്ടിനു ഞാനോ വന്നോട്ടെ. മിന്നുങ്ങേ മഴയെത്തും വെയിലെത്തും പോകരുതേ നീ, നാടിന്റെ വെട്ടം കളയരുതേ. മഴയെത്തും വെയിലെത്തും പോകരുതേ നീ, നാടിന്റെ വെട്ടം കളയരുതേ. നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, നീ തന്ന കുഞ്ഞു നുറുങ്ങുവെട്ടം. മിന്നുങ്ങി മിന്നും മിനുങ്ങി എങ്ങോട്ടാണ് ഈ തിടുക്കം? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ, കൂട്ടിനു ഞാനോ വന്നോട്ടെ. മിന്നുങ്ങേ. സൂപ്പർ സൂപ്പർ, അടിപൊളി. ഇത് സത്യത്തിൽ ഇപ്പം
വീടുമായിട്ടുള്ള പ്രാരാബ്ധത്തിൽ ഒരുപക്ഷെ സംഗീതം കുറച്ചങ്ങ് അകന്നുപോയി അല്ലേ, വിട്ടുപോയി. തൊഴിലുറപ്പിലൊക്കെ വെച്ച് ആ. അവിടെ ഓണത്തിന് പരിപാടിക്കൊക്കെ എന്നെ കൊണ്ട് ആ, പാടിക്കും. എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങള് കുടുംബത്തിനെയും ഫാമിലിയൊക്കെ കാണാൻ പറ്റിയതില്. നമുക്ക് തിരിച്ചിനിയും ശ്രീജിത്തിലേക്ക് വരാം. ശ്രീജിത്തെ, പിന്നെ നമുക്ക് അടുത്ത ഏതൊരു പാട്ടാണ് മോൻ പാടാൻ പോകുന്നത്? നമുക്ക് എൻജി സാറിന്റെ ഒരു പാട്ട് കേൾക്കാം. MG സാറിന്റെ. ആ. ഓക്കെ. നമ്മുടെ ഇഷ്ടദേവനല്ലേ അല്ലേ? അതെ, ഇഷ്ട ഗായകനാണ്, ഗായകനാണ്. ദൈവമാണ്, അതെ, എല്ലാം ദൈവത്തിന് തുല്യനാണ്, ഭയങ്കരമായി ആരാധിക്കുന്ന ഒരാളാണ് ദൈവത്തിന് MG തുല്യം. ശ്രീകുമാറിനെ. ഒറ്റ പല്ലവിയേ ഉള്ളൂ. MG ശ്രീകുമാറിനെ കാണണമെന്നാണ് അദ്ദേഹത്തിന് വലിയ ആഗ്രഹം. ആഗ്രഹം. ഞാൻ നമ്മളത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. എന്തായാലും ഭാഗ്യം തുണയ്ക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയാനുള്ളൂ. ഈ വീഡിയോ കാണുന്നവര് അവരുടെ കൈകളിലൂടെ എത്തട്ടെ അല്ലേ? അങ്ങനെ എത്തുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഭാഗ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. ഏത് പാട്ടാ മോനെ MG സാറിന്റെ? മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്ന സിനിമയിലെ ഓർമ്മകൾ ഓടിക്കളിക്കുക. ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. നിന്നെ അണിയിക്കാൻ താമര നൂലിന ഞാനൊരു പൂത്താലി തീർത്തു വെച്ചു. നിന്നെ അണിയിക്കാൻ താമര നൂലിന ഞാനൊരു പൂത്താലി തീർത്തു വെച്ചു. നീ വരുവോളം വാടാതിരിക്കുവാൻ ഞാനതെടുത്തു വെച്ചു, എന്റെ ഹൃത്തിലെടുത്തു വെച്ചു. ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. ആഹാ, എന്ത് രസമായി പാടി. സൂപ്പർ സൂപ്പർ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ MG ശ്രീകുമാർ തീർച്ചയായിട്ടും വിളിക്കും കേട്ടോ. ഒരുപാട് സന്തോഷം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശ്രീജിത്ത് എന്ന കലാകാരന് കിട്ടിയിട്ടുള്ള മൊമൻറ്റോയാണ്. സ്കൂൾ തലങ്ങളിലൊക്കെ പാടുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ മൊമൻറ്റോയാണ് ഇതൊക്കെ കേട്ടോ. കുറേ അധികമുണ്ട്, ഓരോന്നോരോന്നായി എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല, പക്ഷെ ഒരുപാടുണ്ട്. ഇത് കണ്ടല്ലേ, അദ്ദേഹത്തെ സത്യത്തിൽ സംഗീതം പഠിപ്പിക്കാൻ അല്പം ലേറ്റ് ആയി എന്ന് വേണം പറയാൻ. ഇപ്പം പഠിക്കാൻ തുടങ്ങിയിട്ട് 2-2.5 മാസം ആയതേ ഉള്ളൂ അല്ലേ? അല്ലേ ശ്രീജിത്തെ? അതെ, 2-2.5 മാസമായി അല്ലേ? സാരമില്ല, എന്തായാലും എത്രയും പെട്ടെന്ന് പഠിച്ചെടുക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പെരവാസൂരുടെ അന്ന് അവനെ കൊണ്ട് ഒരാളൊരു പാട്ട് പാടിപ്പിച്ചു കഴിഞ്ഞപ്പോ സമ്മാനമായിട്ട് കൊടുത്താണ് സരസ്വതി ദേവിയുടെ ഒരു ഫോട്ടോ. അത് അന്ന് തൊട്ട് ഞങ്ങൾ സൂക്ഷിച്ച് വീട്ടിൽ വെച്ചു. ഇവിടെ വൈക്കം വിജയലക്ഷ്മി, അതുപോലെ മണിച്ചേട്ടൻ, ഇവർ രണ്ടുപേരുടെ കൂടെ പാടിയിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു അനുഭവം പറയുമോ? ഇത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മണിച്ചേട്ടനെ കാണണം എന്നുള്ളത്. അപ്പൊ നേരത്തെ പറയുന്നുണ്ട്, അച്ഛനോടും അമ്മയോടും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഒരു മാമനുണ്ട് ഇവിടെ. ഞാൻ മാമനോട് പറഞ്ഞായിരുന്നു, മാമൻ പറഞ്ഞ ഞാൻ ഇവിടെ എവിടെയെങ്കിലും വരുമ്പോ എന്നെ കൊണ്ട് കാണിക്കാവിടാ എന്ന് പറഞ്ഞായിരുന്നു. മണിച്ചേട്ടൻ വരുമ്പോ മോനെ കൊണ്ട് കാണിക്കാം. അങ്ങനെ മാമനാണ് എന്നെ കൊണ്ട് കാണിച്ചത്. മാമൻ പറഞ്ഞു ഇവിടെ നമ്മുടെ ചെന്നീർക്കര SNDP അവിടെ വന്നായിരുന്നു, SNDP സ്കൂളിന് അവിടെ വന്നായിരുന്നു. അപ്പൊ അങ്ങനെ കൊണ്ട് കാണിച്ചു. മണിച്ചേട്ടൻ ഒരു പാട്ടൊക്കെ പാടി. ഏത് പാട്ടായിരുന്നു അന്ന് പാടിയത്? അല്ല, ഇത് അല്ല, ഇക്കൊല്ലം നമുക്ക് ഓണമല്ലടി കുഞ്ഞേച്ചി, കുട്ടേട്ടൻ തീരെ. മണിച്ചേട്ടൻ ഇവിടെ അടുത്ത് ഇവിടെ വന്നിട്ട് ആ സ്റ്റേജ് പ്രോഗ്രാമില് കൂടെ ചേർന്ന് പാടി അല്ലേ? അതെ, അദ്ദേഹം ആവശ്യപ്പെട്ടുകൊണ്ട് എന്നോട് പറഞ്ഞു, എന്നെ അറിയാമെങ്കിൽ എന്റെ പാട്ട് അറിയാമായിരിക്കുമല്ലോ, എന്നെ ഇഷ്ടമാണെങ്കിൽ എന്റെ പാട്ട് അറിയാമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. അതെ, എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. എന്നാ എന്റെ ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഈ പാട്ടാണ് പാടിയത്. പിന്നെ അതുപോലെ നമ്മുടെ വിജയലക്ഷ്മി മേഡത്തിന് മുമ്പിലാണ് ഇത് കാറ്റേ കാറ്റേ എന്ന് പറഞ്ഞ മേഡത്തിന്റെ പാട്ട് തന്നെ പാടി. ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ നമ്മുടെ ഗണപതിയുടെ പാട്ട് പാടി, നമ്മുടെ വിനകൊഴിക്കും കൊട്ടാരക്കര ഗണപതി ഭഗവാനെ. മേഡത്തിന് സ്പെഷ്യൽ കഴിഞ്ഞ വീഡിയോയിൽ പാടിയിട്ടുണ്ടായിരുന്നു. മേഡത്തിന് സ്പെഷ്യൽ ആയിട്ട് പാടിയതാ. എന്തായാലും ഇത് കഴിഞ്ഞ വീഡിയോ പക്ഷെ പറഞ്ഞില്ല, ഞാൻ അല്ലാതെ അറിഞ്ഞതാണ് ഈ വിവരം. അതുകൊണ്ട് തന്നെ ഇത് ചോദിക്കാൻ കഴിയും. ഇതൊക്കെ അറിയണ്ടേ നമ്മുടെ പ്രേക്ഷകർക്ക്? അതൊരു ഭാഗ്യമല്ലേ മോനെ? ഈ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ പാടുക, അല്ലെങ്കിൽ അവരോടൊപ്പം ചേർന്ന് പാടുക, അതൊക്കെ വലിയ ഭാഗ്യമല്ലേ? വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. എന്തായാലും ശ്രീജിത്തിന്റെ വീട് കാണണമായിരുന്നു.
അച്ഛനും അമ്മയും കാണണമായിരുന്നു അല്ലേ? അതെ. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീട്ടിലോട്ട് വന്നത്. കഴിഞ്ഞ തവണ നമ്മൾ വീട്ടിൽ ഈ വീഡിയോ എടുത്തപ്പോഴേ നമ്മൾ വേറൊരാളെ വീട് ഇരുന്നുണ്ട് അല്ലേ? അതെ, എന്റെ അമ്മാവന്റെ വീട്. അമ്മാവന്റെ വീട്. അപ്പൊ അങ്ങനെ ബന്ധുവീട്ടിൽ നിന്നാണ് നമ്മൾ എടുത്തത്. ആ. ഇത്തവണ മോന്റെ വീട് പ്രേക്ഷകർ കാണണം എന്നുള്ള താല്പര്യം ഉണ്ടായതുകൊണ്ടാണ് ആ. നമ്മൾ ഇപ്പം വീട്ടിൽ വന്ന് ഈ വീഡിയോ എടുക്കാൻ കാരണം കേട്ടോ. ആ. അപ്പൊ നമുക്ക് ഇപ്പം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പാട്ട് കൂടി പാടി നമുക്ക് അതെ. അവസാനിപ്പിക്കാം അല്ലേ? മലയാളി പെണ്ണെ നിന്റെ മുഖശ്രീലായിരം പൂവിരിയും സിന്ദൂര സൂര്യോദയം. സൂര്യോദയങ്ങൾക്ക് പൊന്നോണം നൽകുന്ന പുലർക്കാലമാണു നീ അനുരാഗമേ. പാദസരം കീലുങ്ങുന്ന പാദങ്ങളിൽ മെല്ലെ കിലുങ്ങുന്ന പദമാല നീയല്ലയോ എന്നനുരാഗമേ. മലയാളി പെണ്ണെ നിന്റെ മുഖശ്രീലായിരം പൂവിരിയും സിന്ദൂര സൂര്യോദയം. ദേവന്മാർ പോലും ദീപം ചൊരിയും മണ്ണിൽ നിന്നനുവാദം തേടി ഞാൻ കാത്തിരിപ്പൂ. അനുരാഗ കനവെല്ലാം തുറന്നു പറയാൻ വയ്യ, എന്നാത്മാവിൻ പ്രിയഗാനം പാടാൻ വയ്യ. അലകളുടെ പ്രണയം അരുവികളിൽ ഒഴുകും സല്ലാപം, മുളമുരളി പാടും സ്വരമിന്നെന്റെ ഗാന പല്ലവി പോലെ. എന്റെ മൗനപ്പൂതിരകൾ മലയാർന്നു പാടുന്നു, ഇന്നെന്റെ സ്നേഹപ്പൂതിരയിൽ പുളകങ്ങൾ ഉണരുന്നു. മലയാളി പെണ്ണെ നിന്റെ മുഖശ്രീലായിരം പൂവിരിയും സിന്ദൂര സൂര്യോദയം. ആഹാ, മനോഹരമായി പാടി കേട്ടോ. സൂപ്പർ സൂപ്പർ. അടുത്ത തവണ വീണ്ടും കാണാം എന്താ? അതെ. അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. പിന്നെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഈ MG ശ്രീകുമാർ എന്ന സാറിനെ കാണാനാണ്, ഗായകനെ കാണാനാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ ഒരു വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന് ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് സംഗീതം പഠിക്കണമെന്ന് ഇപ്പം വീട്ടിൻ്റെ സാഹചര്യം ഇപ്പം ഇങ്ങനെയാണ്. കഴിഞ്ഞ തവണ നമ്മൾ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തെ സംഗീതം തുടർന്ന് പഠിക്കാനും ഒക്കെ ഒരുപാട് സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്. ശ്രീജിത്തിൻ്റെ അല്ലെങ്കിൽ ശ്രീജിത്തിൻ്റെ കുടുംബത്തിലെ ആരുടെയെങ്കിലും ഒരാളുടെ നമ്പർ നമ്മൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് സഹായിക്കാൻ ആർക്കെങ്കിലും സന്മനസ് ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുമ്പോട്ട് വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതും വരെ എല്ലാവർക്കും താങ്ക് യു.